മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ വലിയ പാറക്കൂട്ടം പൊട്ടിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചു. പാറ വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. കാരണം വലിയ പാറക്കൂട്ടമാണ് ഇത്തവണ ഗ്യാപ്പ് റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം ഒരാഴ്ചയെങ്കിലും എടുക്കും ഈ പാറക്കൂട്ടമെല്ലാം മാറ്റി മണ്ണെല്ലാം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ എന്നാണ് റവന്യൂ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ദേശീയപാത അതോറിറ്റി ഈ പാറകൾ പൊട്ടിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ഈ വഴി ഇപ്പോൾ പൂർണ്ണമായിട്ടും അടഞ്ഞു കിടക്കുകയാണ്. ഒരു ബൈക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെ തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചിന്നക്കനാൽ ഭാഗത്ത് സ്കൂൾ ഉൾപ്പെടെയുണ്ട്. മൂന്നാറിൽ നിന്നുൾപ്പെടെ ചിന്നക്കനാൽ ഭാഗത്ത് എത്തി പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കുൾപ്പെടെ യാത്ര വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല വിനോദസഞ്ചാരികൾ ഇപ്പോൾ അധികം ഇല്ലെങ്കിൽ പോലും മറ്റു പ്രദേശവാസികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ഒരുപാട് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. എത്രയും വേഗം ഇത് തുറക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. മഴ മാറിയതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഇതിന്റെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടർന്നിരിക്കുന്നത്. SKN